ഈ പ്രപഞ്ചം ഒരു ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായതാണ് എന്നാണ് സയൻസ് നമ്മളോട് പറയുന്നത്. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്തോ പൊട്ടിത്തെറിച്ചതാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറിയല്ല, അതൊരു സിംഗുലാരിറ്റിയിൽ നിന്നുമുള്ള ക്രമാനുഗതമായിട്ടുള്ള വികാസത്തിലൂടെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് എന്ന് വിശദമാക്കുന്ന സയൻറ്റിഫിക് തിയറിയാണ്. അതിനൊരുപാട് തെളിവുകളുണ്ട്. ഞാൻ ആ തെളിവുകളിലേക്ക് മാത്രം പോകാതെ സയൻസ് എങ്ങനെയാണ് അത്തരം തെളിവുകളിലേക്ക് എത്തിച്ചേർന്നത് എന്നുകൂടി വിശദമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്താണ് സയൻസ് എന്നൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തെ ഏറ്റവും വ്യക്തവും ഏറ്റവും കൃത്യവുമായിട്ട് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കത്തക്ക വിധത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണങ്ങളെയാണ് സയൻസ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടാവും, ഡിഡക്റ്റീവ് റീസണിങ് ഉണ്ടാവും, ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടാവും, ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ അതായത് നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു കാര്യത്തിൻ്റെ സാധ്യമായ എല്ലാ സംഭവ്യതകളും പരിശോധിച്ചതിന് ശേഷം അതിനെ യുക്തിപരമായ വിചിന്തനത്തിന് ശേഷം പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായി വിട്ടുകൊടുക്കുന്നു. പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടവയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വീണ്ടും പരീക്ഷണങ്ങൾ, വീണ്ടും പരീക്ഷണങ്ങൾ, വീണ്ടും പരീക്ഷണങ്ങൾ, അങ്ങനെ ഒരു അരിപ്പയിൽ എന്നതുപോലെ അരിച്ചരിച്ചരിച്ച് നമ്മൾ അവസാനം ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ഈ പരീക്ഷണങ്ങൾക്കുമുണ്ട് കുറേ പ്രത്യേകതകൾ. അത് യൂണിവേഴ്സൽ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബ്ലൈൻഡ്, ട്രിപ്പിൾ ബ്ലൈൻഡ് പോലെയുള്ള പരീക്ഷണ രീതികൾ അനുവർത്തിക്കുന്നത്. ഇനി ഇങ്ങനെ അവസാനം ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നാൽ സയൻസ് അവിടെയും കൊണ്ട് നിർത്തില്ല. അതിനു മുമ്പിലും ഒരു വാതിൽ പണിത് വെക്കും, ഫാൾസിഫയബിലിറ്റി. അതായത് ഈ ഉത്തരം തെറ്റാണ് എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ആ വാതിൽ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, സയൻസിന് ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് അത്രയേറെ വ്യക്തതയും കൃത്യതയും സമഗ്രതയും സുതാര്യതയും എല്ലാം വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രം കിട്ടുന്ന ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ സയൻസിന് ഒരു ഉത്തരമുണ്ടെങ്കിൽ ആ സയൻസിൻ്റെ ഉത്തരത്തിന് മുകളിലായിട്ട് മറ്റൊരു ഉത്തരവും നിലനിൽക്കില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാം, ചന്ദ്രനിലേക്കുള്ള ദൂരം അറിയാം, അതിൻ്റെ സ്പിന്നിങ് സ്പീഡ് അറിയാം, ചന്ദ്രൻ്റെ മാസ് അറിയാം, അതിൻ്റെ ഗ്രാവിറ്റി അറിയാം. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നയിക്കുന്ന ഒരു ചന്ദ്രപേടകം, ചന്ദ്രയാൻ, വളരെ കൃത്യമായി കൃത്യമായിട്ട് നമ്മൾ എവിടെയാണോ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു കട്ട കോമഡിയായി തോന്നുന്നതിന് കാരണം സയൻസ് കാണിച്ചു തരുന്ന വസ്തുതകളുമായിട്ട് ഇത് പൊരുത്തപ്പെട്ടു പോവില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ചിറകിൽ നിന്നും ഒരു സ്വാബ് എടുത്ത് നമ്മളൊരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? ആയിരക്കണക്കിന് രോഗാണുക്കളെ ആയിരിക്കും. അപ്പോൾ ഒരു പുരാതനമായ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, ഈച്ചയുടെ ചിറകിൽ ഔഷധമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള കാര്യമായി നമുക്ക് തോന്നുന്നതിന് കാരണം നമ്മൾ ഇതിനെ സയൻസിൻ്റെ മാർഗവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് പൊരുത്തപ്പെട്ടു പോവില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സയൻസിനൊരു ഉത്തരമുണ്ടായിരിക്കെ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും ഉത്തരവും പറഞ്ഞുകൊണ്ട് വരുന്നത്, അത് ചിലപ്പോൾ ഹാലൂസിനേഷൻ ആവാം, മതകഥകളാവാം, വെളിപാട് സാഹിത്യങ്ങളാവാം, ഒരാളുടെ അനുഭവമാവാം, ഒരാളുടെ അഭിപ്രായമാവാം. എന്തു തന്നെയാണെങ്കിലും സയൻസിന് ഉത്തരമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉത്തരവുമായിട്ട് വരുന്നത് ഇതേപോലെ പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ്. പ്രപഞ്ച പഠനത്തിന് സയൻസിൻ്റെ കയ്യിൽ കൃത്യമായ ടൂളുകളുണ്ട്. ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി തിയറിയുമാണ് ആ ടൂളുകൾ. ആ ടൂളുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. 1915 ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കില്ല, അത് വികസിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക്കായിട്ട് എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, അത് ചലിക്കുകയില്ല, അത് ഇളകുകയില്ല, അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഇത് വിശ്വസിച്ചിരുന്ന ഐൻസ്റ്റീൻ കരുതി അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ തൊട്ടൊരു കോൺസ്റ്റൻറ്റ് ചേർത്തു. ഇതിനെ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നു. എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസ്റ്റൻറ്റ് എടുത്തു മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് 1929 എഡ്വിൻ ഹബിൾ അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗാലക്സികൾ പരസ്പരം അകലുകയാണ് അഥവാ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത്. ഇതറിഞ്ഞ ഐൻസ്റ്റീൻ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി. കാരണം ഐൻസ്റ്റീൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യമായിരുന്നു.
എന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടക്കഥ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടെത്തലുകളെ തിരുത്തിക്കൊണ്ടേയിരുന്നു. ഇതിനെ പിന്നീട് അദ്ദേഹം ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ മൈ ലൈഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇല്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നുള്ള ബഹുമതി കൂടി ഐൻസ്റ്റൈന് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് എത്ര തെളിവുകൾ കിട്ടി? ഒന്ന്, റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചുള്ള ഒരു തിയററ്റിക്കൽ പ്രൂഫ്. രണ്ട്, എഡ്വിൻ ഹബിളിൻ്റെ ഒരു ഒബ്സർവേഷനായിട്ടുള്ള പ്രൂഫ്. ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഐൻസ്റ്റൈനെ ഒക്കെ അധികരിച്ചുകൊണ്ട് ഗവേഷണങ്ങൾ നടത്തിയിരുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു ജോർജ് ലെമിത്രോ. അദ്ദേഹം ഇതുകൂടി വന്നപ്പോൾ ഹബിളിൻ്റെ കണ്ടെത്തലുകളെ കൂടി ചേർത്തുകൊണ്ട് അതിനൊരു ഗണിതപരമായ വ്യാഖ്യാനം നൽകി. അതിനെ ഹബിൾ ലെമിത്രെ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്, ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള വ്യാഖ്യാനം. ഇപ്പോൾ നമുക്ക് മൂന്നാമതൊരു തെളിവ് കൂടി കിട്ടി, മാത്തമാറ്റിക്കൽ പ്രൂഫ്. ഇവിടെ മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെറുക്കെങ്കിലും വല്ലാത്ത വിമ്മിട്ടം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവർ പറയുന്നത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ കണക്ക് കൂട്ടി കണ്ടുപിടിച്ചോ എന്നായിരിക്കും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഗണിതം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഭാഷയാണ്. നമുക്ക് ഒരു സയൻസിൻ്റെ ഒരു ഇക്വേഷനെ പോലും ഗണിതത്തിലൂടെ അല്ലാതെ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നലത്തേതിനേക്കാൾ ചെറുതാണ്, ഇന്നലത്തേതിനേക്കാൾ വലുതായിരിക്കും ഇന്നത്തെ പ്രപഞ്ചം, ഇന്നത്തേതിനേക്കാൾ വലുതായിരിക്കും നാളത്തെ പ്രപഞ്ചം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ ഒന്ന് തിരിച്ചു വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ, ഇന്നത്തേതിനേക്കാൾ ചെറുതായിരുന്നു ഇന്നലത്തെ പ്രപഞ്ചം, അതിനേക്കാൾ ചെറുതായിരുന്നു മിനിങ്ങാന്ന്, അതിനേക്കാൾ ചെറുതായിരുന്നു അതിന് തൊട്ട് മുമ്പ്. അങ്ങനെ ഗാലക്സികൾ തമ്മിൽ അകലുന്ന വേഗതയെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് അദ്ദേഹം റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുമാണ്. അതിനെ അദ്ദേഹം പ്രൈമിവൽ ആറ്റം എന്ന് വിളിച്ചു. ഇന്ന് നമ്മളതിനെ സിംഗുലാരിറ്റി എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രൈമിവൽ ആറ്റത്തിൽ നിന്നുള്ള ക്രമാനുഗതമായിട്ടുള്ള വികാസത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് എന്ന് അദ്ദേഹം ഗണിതപരമായി സമർത്ഥിച്ചു. അപ്പം ഗണിതം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും വിഷമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം നമുക്കിപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ഭാഷയിൽ രണ്ടുപേരെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നു എന്നല്ലാതെ എന്താണ് പറയുന്നതെന്നോ ഇതിനെക്കുറിച്ചാണ് പറയുന്നതെന്നോ അവർക്കറിയാൻ പറ്റില്ല. ഇതേപോലെയാണ് സയൻസിൻ്റെ ഭാഷയായ ഗണിതം അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സയൻസ് അയാൾ കേട്ട് കഴിഞ്ഞാൽ ഇതെന്തൊക്കെയാണ് ഇവൻ പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവരിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അദ്ദേഹത്തിന് ഗണിതം മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഇനി നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും ആദ്യമേ തന്നെ ഗണിതത്തിലൂടെ കണ്ടെത്തി വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത്. ഉദാഹരണമായിട്ട്, ഗ്രാവിറ്റി ഒരു ബലമല്ല, അത് സ്ഥലകാലങ്ങളിലുള്ള വക്രതയാണെന്ന് ഐൻസ്റ്റീൻ ഗണിതത്തിലൂടെ കണ്ടെത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആർതർ എഡിങ്ടൺ അത് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത്. യുറാനസിൻ്റെ ഭ്രമണത്തെ നോക്കി ശാസ്ത്രജ്ഞന്മാർക്ക് അതിൽ കുറേ ഭ്രംശങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയും അവരതിന് കാരണമെന്ത് എന്ന് ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അവിടെ സാധ്യമായിരിക്കുന്ന ഒരു ബലം ഗ്രാവിറ്റി ആണെന്നും അവിടെ അത്രയും ഗ്രാവിറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ ഇത്ര മാസ് ഉണ്ടായിരിക്കണമെന്നും സൗരകേന്ദ്രത്തിൽ നിന്ന് ഇത്ര മാറി ഇത്ര മാസമുള്ള വസ്തു ഉണ്ടെങ്കിൽ അതിന് ഇന്ന വലിപ്പം ഉണ്ടായിരിക്കണമെന്നും ഒക്കെ ഗണിതപരമായി കണക്കുകൂട്ടി കണ്ടെത്തി അങ്ങോട്ട് ടെലസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. എന്തിനാ? 1865 ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ അദ്ദേഹം ഗണിതത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗത കണ്ടെത്തിയിട്ട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതുതന്നെയാണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് ഗണിതപരമായി കണ്ടെത്തിയിട്ടും എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവ കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗണിതം അത്ര ചെറിയ മീനല്ല എന്ന് സൂചിപ്പിക്കാനാണ്. എന്തായാലും ജോർജ് ലെമിത്രോവിൻ്റെ ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. അതുവരെ ഉണ്ടായിരുന്ന കൺവെൻഷൻ സങ്കല്പങ്ങളെ മുഴുവൻ അത് തകർത്തെറിഞ്ഞു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇദ്ദേഹം സയൻസിൻ്റെ ഭാഷയായ ഗണിതത്തിലൂടെയാണ് പറഞ്ഞത്, ഗണിതത്തിൽ ഇത് ശരിയാണ്, അതുകൊണ്ട് ഇത് ശരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത കുറേ പേരുമുണ്ടായിരുന്നു. അക്കൂട്ടത്തിലൊരു പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഫ്രെഡ് ഹോയിൽ. അദ്ദേഹം അതിനെ പരിഹാസപൂർവ്വം വിളിച്ച പേരാണ് ബിഗ് ബാങ്. അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ച് പരിഹാസത്തിലൂടെ വിളിച്ചതാണ് ബിഗ് ബാങ് എന്നുള്ളത്. പിന്നീട് സയൻസ് അത് ശരിയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ അതേ പേരിൽ തന്നെ അത് അറിയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ബിഗ് ബാങ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ പൊട്ടിത്തെറിച്ചതാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇവിടെ വളരെ രസകരമായിട്ടുള്ള മറ്റൊരു വിരോധാഭാസം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിനെ ബിഗ് ബാങ് എന്ന് വിളിച്ച അതേ ഫ്രെഡ് ഹോയിൽ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സൂപ്പർനോവ എക്സ്പ്ലോഷനെ വിശദീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടെത്തലിലൂടെ ഈ ബിഗ് ബാങ് തിയറിക്ക് അതിശക്തമായ സപ്പോർട്ട് നൽകി എന്നുള്ള വിരോധാഭാസം കൂടി അവിടെയുണ്ട്. എന്തായാലും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോസ്മോളജിയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി പഠിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ജോർജ് ഗാമോവ്.
1944 ജോർജ് ഗാമോവ് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ദ്രവ്യവും അതിനേക്കാൾ ചെറുതായിരിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഉയർന്ന താപനിലയിലും സമ്മർദ്ദത്തിലും അവിടെ ആറ്റങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അവിടെ ഇലക്ട്രോണുകൾ സ്വതന്ത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രപഞ്ചം ഒപ്പേക്കായിരിക്കും. പിന്നീട് അവിടുന്ന് പ്രപഞ്ചം വികസിച്ച് ഒരു ഘട്ടമെത്തുമ്പോൾ അവിടെ ആറ്റങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് പ്രപഞ്ചം ട്രാൻസ്പെറൻ്റായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഫോട്ടോണുകൾക്ക് പിന്നീടുണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ വികാസത്തിനനുസരിച്ചുള്ള വികാസം അവിടെ സംഭവിച്ചിരിക്കാമെന്നും ഈ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് അപ്പോൾ ഇന്നത്തെ കണക്കിൽ നമുക്ക് നോക്കിയാൽ അതൊരു മൈക്രോവേവിൻ്റെ തരംഗദൈർഘ്യത്തിലായിരിക്കും ഉണ്ടാവുക എന്നും നമുക്ക് ഈ മൈക്രോവേവ് തരംഗദൈർഘ്യത്തെ കണ്ടെത്താൻ സാധിച്ചാൽ, ഏതെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിച്ചാൽ ഈ ബിഗ് ബാങ് തിയറി, അന്ന് ബിഗ് ബാങ് എന്നുള്ള പേര് വന്നിട്ടില്ല, നമുക്ക് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കും എന്നും ജോർജ് ഗാമോവ് 1944 തന്നെ പ്രവചിച്ചിരുന്നു. നമുക്ക് ഈ പ്രവചനം എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ പലപ്പോഴും മതകഥകളിൽ പറഞ്ഞിരിക്കുന്ന കുറേ കിളിപോയ കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. എന്നാൽ സയൻസിലെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് പ്യൂറായിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ഈ പ്രപഞ്ചത്തിൽ എന്തുമാത്രം ദ്രവ്യമുണ്ടോ അതെന്തുമാത്രം ചെറുതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ അത് ഒപ്പേക്കായിരിക്കുന്നതെന്നും അതിനുശേഷം പ്രപഞ്ചത്തിൻ്റെ ഏതവസ്ഥയിലാണ് അത് ട്രാൻസ്പെറൻ്റ് ആയതെന്നും അതിനുശേഷം പ്രപഞ്ചത്തിന് എന്തുമാത്രം വികാസം സംഭവിച്ചിരിക്കാമെന്നും ആ വികാസത്തിൻ്റെ തോത് ഒരു ഫോട്ടോണിൻ്റെ വേവ് ലെങ്തിലേക്ക് അപ്ലൈ ചെയ്താൽ അത് ഏത് തരത്തിലുള്ള വേവ് ലെങ്തിലുള്ള തരംഗമായിരിക്കും എന്നും കണ്ടെത്തുന്നതിന് പിന്നിൽ ഒരുപാട് ഗണിതക്രിയകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും 1960 അമേരിക്കയിലെ ബെൽ ലബോറട്ടറിയിൽ വെച്ച് 2 ശാസ്ത്രജ്ഞന്മാർ, അർണോ പെൻസിയാസും റോബർട്ട് വിൽസണും, അവരൊരു റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിക്കുന്ന പണിയിലായിരുന്നു. 1964 അവരതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി അതിനെ കാലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുനിന്ന് വല്ലാത്ത നോയ്സ് അനുഭവപ്പെട്ടു. അവരതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെങ്കിലും ഈ നോയ്സ് മാറാതെ വന്നപ്പോൾ അവരുടെ ഒരു സുഹൃത്താണ് അതോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തൊട്ടടുത്ത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് ഇതേ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരാളുണ്ട്, റോബർട്ട് ഡീക്ക്. നിങ്ങൾ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും എന്ന് പറഞ്ഞതനുസരിച്ച് അർണോ പെൻസിയാസ് റോബർട്ട് ഡീക്കിനെ വിളിക്കുന്നു. റോബർട്ട് ഡീക്ക് പെൻസിയാസുമായുള്ള സംഭാഷണത്തിന് ശേഷം വളരെ നിരാശനായി ഫോൺ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, നമ്മളുടെ ഗവേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ എന്താണോ കണ്ടെത്താൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അത് അവർ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ റോബർട്ട് ഡീക്കും സംഘവും അന്വേഷിച്ചുകൊണ്ടിരുന്നത് കോസ്മിക് മൈക്രോവേവ് റേഡിയേഷനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഉപകരണം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. വളരെ അബദ്ധവശാലാണെങ്കിൽ പോലും അർണോ പെൻസിയാസും വിൽസനും അത് കണ്ടെത്തുകയും പിന്നീട് അവർക്ക് അതിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കോസ്മിക് മൈക്രോവേവ് റേഡിയേഷനെ കുറിച്ച് ഇതിനും 21 വർഷങ്ങൾക്ക് മുമ്പ് 1944 ജോർജ് ഗാമോവ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. രസകരമായ കാര്യം ഇതല്ല, ജോർജ് ഗാമോവിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ചോ റോബർട്ട് ഡീക്കിനോ അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ളവർക്കോ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സയൻസിൻ്റെ ബ്യൂട്ടി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സയൻസ് പുസ്തകങ്ങൾ മുഴുവൻ നശിച്ചു പോയാലും ഒരു 500 വർഷമോ 1000 വർഷമോ കഴിഞ്ഞാൽ സയൻസ് ഇതൊക്കെ തന്നെ കണ്ടെത്തും. കാരണം സയൻസിന് ഒരേ രീതിയിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് തെളിവുകളിൽ നിന്നും തെളിവുകളിലേക്ക്, അവിടെ നിന്നും അടുത്ത തെളിവുകളിലേക്ക്, തെളിവുകളിൽ നിന്നുള്ള ഒരു അനുസ്യൂതമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ടാണ് ജോർജ് ഗാമോവിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തെക്കുറിച്ചോ അറിയാതിരുന്നിട്ട് പോലും സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ റോബർട്ട് ഡീക്കും സംഘവും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചതും ഇതൊന്നും അറിയാതിരുന്ന അർണോ പെൻസിയാസും വിൽസനും അത് കണ്ടെത്തി എന്നുള്ളതും. ഇപ്പോൾ എത്ര തെളിവുകൾ കിട്ടി? 1, റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചുള്ള ഒരു തിയററ്റിക്കൽ പ്രൂഫ്. 2, ഹബിളിൻ്റെ ഒബ്സർവേഷണലായിട്ടുള്ള പ്രൂഫ്. 3, ജോർജ് ലെമിത്രോവിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ്. 4, ജോർജ് ഗാമോവിൻ്റെ മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ. 5, കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ. ഒരെണ്ണം കൂടി പറയാം. പ്രകാശത്തിന് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ദൂരെയുള്ള പ്രകാശത്തെ അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചാൽ അതിൻ്റെ സ്പെക്ട്രത്തിൽ അത് റെഡിൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. 6 തെളിവുകൾ. ഇപ്പോൾ പുതുതായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു തെളിവും കൂടി വന്നിട്ടുണ്ട്. 7 തെളിവുകൾ പോരെ? സത്യത്തിൽ കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ തെളിവ് മാത്രം മതിയായിരുന്നു ഈ ബിഗ് ബാങ് തിയറി സംശയാതീതമായി തെളിയിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് സയൻസിൻ്റെ ബ്യൂട്ടി. അത് തെളിവുകളിൽ നിന്ന് കൂടുതൽ തെളിവുകളിലേക്ക്, അന്വേഷണങ്ങളിൽ നിന്ന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, തുറവികളിൽ നിന്നും വലിയ തുറവികളിലേക്കുള്ള ഒരു അനുസ്യൂതമായിട്ടുള്ള അന്വേഷണമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ഇടയിൽ
ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല സ്ഥാപിച്ച് 27 കിലോമീറ്റർ ചുറ്റളവുള്ള വലിയ പരീക്ഷണശാല സ്ഥാപിച്ച് അതിൽ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരും 10,000-കണക്കിന് ഗവേഷക വിദ്യാർത്ഥികളും രാവും പകലുമില്ലാതെ എന്തുകൊണ്ട് ഇതിൻ്റെയും പിറകിൽ എന്ത് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ഒടുങ്ങാത്ത അന്വേഷണ മാർഗത്തിന് മുമ്പിലാണ് ഏതോ ഗോത്രകാലത്ത് എഴുതിയ കുറേ അമ്മൂമ്മ കഥകളുടെ പഴന്താളുകൾ കൊണ്ട് കെട്ടിമറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനുഷ്യവംശത്തോട് ചെയ്യുന്ന ഒരു വയലൻസാണ്. മനുഷ്യൻ്റെ അന്വേഷണത്തിരക്കും നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അവൻ്റെ പരിഷ്കരണ ബോധത്തിന് നേരെയുള്ള പരിഹാസമാണ്. അതുകൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ഈ മതകഥകൾ വേഴ്സസ് സയൻസ് എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നതുപോലും പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ഡിബേറ്റ് കേൾക്കാനിടയായി. ദൈവമുണ്ടോ? അപ്പോൾ ദൈവമുണ്ടെന്നും ആ ദൈവം ഞങ്ങളുടെ മതത്തിൻ്റെ ദൈവമാണെന്നും പറയാൻ വേണ്ടി സംവാദകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ബിഗ് ബാങ് തിയറി കണ്ടെത്തിയ ജോർജ് ലെമെത്രോ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. കോസ്മിക് മൈക്രോവേവ് റേഡിയേഷൻ കണ്ടെത്തിയ അർണോ പെൻസിയസ് ബൈബിളിൽ നിന്ന് ഏതൊക്കെയോ വാക്യങ്ങൾ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായ റിലേറ്റിവിറ്റി തിയറി കണ്ടെത്തിയ ആൽബർട്ട് ഐൻസ്റ്റൈൻ പഴയ നിയമം വായിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു. എന്തിന് കെപ്ലർ, ഫാരഡെ എന്ന് തുടങ്ങി ഇന്ന് ബിഗ് ബാങ്ങിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സേണിലെ മിക്ക ശാസ്ത്രജ്ഞന്മാരും ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞപ്പോൾ, അടാ മോനെ കലക്കി കിടുക്കി, നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അതേ വ്യക്തി തന്നെ വന്നു നിന്നുകൊണ്ട് ഇത് മുഴുവൻ തെറ്റാണ്, സയൻസ് പറയുന്നത് തെറ്റാണ്, ബിഗ് ബാങ് തിയറി തെറ്റാണ്, കോസ്മിക് മൈക്രോ റേഡിയേഷൻ തെറ്റാണ്, ശാസ്ത്രം മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ മനുഷ്യൻ്റെ മതബോധം എത്ര സംഘടിതമായിട്ടാണ് ശാസ്ത്രബോധത്തിന് എതിര് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ബിഗ് ബാങ് തിയറി എന്നുകൂടി നമുക്ക് നോക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും പലതരത്തിലുള്ള സംയുക്തങ്ങളാണ്. ഈ സംയുക്തങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവ പലതരത്തിലുള്ള തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ശരീരമാണെങ്കിൽ പ്രോട്ടീൻ തന്മാത്രകൾ കൊണ്ടാണ്, ഈ സാധനമാണെങ്കിൽ സെല്ലുലോസ് തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ തന്മാത്രകൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ആറ്റങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുറേ കൂടി ചെറിയ സബ് ആറ്റോമിക് കണങ്ങളായിട്ടുള്ള ബോസോണുകളും ഫെർമിയോണുകളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ബോസോൺ എന്ന് പറയുന്നത് ബലത്തിൻ്റെ കണവും ഫെർമിയോൺ എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ കണവുമാണ്. അതിൽ തന്നെ 2 തരത്തിലുണ്ട്, ക്വാർക്കുകളും ലെപ്റ്റോണുകളും. ലെപ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇതുപോലെയുള്ള താരതമ്യേന ചെറിയ കണങ്ങളും പിന്നെ ക്വാർക്കുകളുമാണ്. 6 തരത്തിലുള്ള ക്വാർക്കുകളുണ്ട്. ഈ ക്വാർക്കുകൾ വിവിധ തരങ്ങളിൽ കൂടി ചേർന്നിട്ടാണ് ഹാഡ്രോണുകൾ ഉണ്ടാകുന്നത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ ഹാഡ്രോണുകളാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് അതിലേക്ക് കുറേ ഊർജ്ജം കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഉദാഹരണമായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് ചൂടാക്കുക. താപം ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിലെ തന്മാത്രകൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയും അവയെ ഞെരുക്കി വെച്ചിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും അത് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ചലിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ദ്രാവകാവസ്ഥ എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറേ കൂടി താപം കൊടുത്താലോ അതിലെ തന്മാത്രകൾക്ക് കുറേ കൂടി ഊർജ്ജം ലഭിക്കുകയും അത് അവയെ പിടിച്ചു നിർത്തിയിരുന്ന ആ പാത്രത്തിൻ്റെ പരിധിയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് വാതകാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറേ കൂടി താപം കൊടുത്താലോ ആ തന്മാത്രകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ആ ബന്ധനങ്ങളൊക്കെ വിട്ടുപറഞ്ഞ് അത് അയോണുകളായി മാറും. ഇങ്ങനെ അയോണീകരിക്കപ്പെട്ട അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറേ കൂടി ഊർജ്ജം കൊടുത്താലോ അതിൽ ഇലക്ട്രോണുകൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുമ്പോൾ അവയ്ക്ക് തോന്നി വഴിയെ പോകും. ഇനി അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് കുറേ കൂടി താപം കൊടുത്താലോ ന്യൂക്ലിയസുകൾ പരസ്പരം വിട്ടുപറഞ്ഞ് അത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമായി മാറും. അതിലേക്ക് നമ്മൾ വീണ്ടും കുറേ കൂടി ഊർജ്ജം കൊടുത്താലോ ആ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ വിട്ടുപറഞ്ഞ് അത് ക്വാർക്കുകളായിട്ട് മാറും. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെ എടുത്ത് മൊത്തത്തോടെ എടുത്ത് ചൂടാക്കി അവസാനം ചെന്നാൽ നമുക്ക് അവസാനിക്കുന്നത് കുറേ ക്വാർക്കുകളിലും കുറേ ലെപ്റ്റോണുകളും മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് തിരിച്ചു വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ഉന്നതമായ താപനിലയിലും സമ്മർദ്ദത്തിലും മുഴുവൻ ദ്രവ്യവും ക്വാർക്കുകളുടെയും ലെപ്റ്റോണുകളുടെയും രൂപത്തിലായിരുന്നു. പിന്നീട് പ്രപഞ്ചം തണുത്തപ്പോൾ ഈ ക്വാർക്കുകൾ പരസ്പരം കൂടിച്ചേർന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണും ഹാഡ്രോണുകളും ഒക്കെ ആയി മാറി. ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും പ്രത്യേകത നമുക്കറിയാം. അവ ഭാരമുള്ള കണങ്ങളാണ്. ഭാരമുള്ള കണങ്ങൾക്ക് ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവും. അവ ഒരു ക്ഷണനേരം കൊണ്ട് ഗ്രാവിറ്റി മൂലം മുഴുവൻ ദ്രവ്യവും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് തള്ളിക്കയറിയാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ നടുക്ക് നിൽക്കുന്നവർക്ക് ശ്വാസം മുട്ടും. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നടുക്ക് നിൽക്കുന്നത് എന്താണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ്റെ ഒരു ന്യൂക്ലിയസ് ആണ്. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്. അതിലേക്ക് പുറത്തു നിന്ന് വലിയ തോതിൽ സമ്മർദ്ദം കൊടുത്താൽ എന്ത് സംഭവിക്കും?
ഒരു ഹൈഡ്രജൻ ബോംബിൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ ഇവിടെ സംഭവിക്കും. ഹൈഡ്രജൻ ബോംബിൽ 4 ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസുകൾ അഥവാ 4 പ്രോട്ടോണുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആയി മാറുന്നു. അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നും വലിയ തോതിൽ ഊർജ്ജം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഫ്യൂഷൻ മൂലം ഒരു ഊർജ്ജത്തിൻ്റെ ഒരു തള്ളൽ, പുറത്തു നിന്നും അകത്തേക്ക് ഗ്രാവിറ്റി മൂലമുള്ള മറ്റൊരു തള്ളൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് തെറ്റുന്ന ഒരു സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. ഇതിനെയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഈ സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ ഇതിനകത്ത് നിന്ന് റിലീസ് ചെയ്യുന്ന ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി അയൺ തൊട്ട് മുകളിലേക്കുള്ള മറ്റു പല മൂലകങ്ങളുടെയും ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ചിതറിച്ചെറിച്ചവ അതിലേറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രജൻ ആയിരിക്കും, പിന്നെ ഹീലിയം ആയിരിക്കും. അത് ചുറ്റുപാടും ഒരു മേഘപടലം പോലെ പടർന്നു കിടക്കുന്നതിനെ നെബുലകൾ എന്ന് വിളിക്കും. ഇവിടെയും ദ്രവ്യമാണുള്ളത്. അവയ്ക്കും ഗ്രാവിറ്റി എന്ന് പറയുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അവ പല സ്ഥലങ്ങളിലായിട്ട് അവ കൂടിച്ചേരും. ഇങ്ങനെ കൂടിച്ചേരുന്നവയിൽ ഒരു നിശ്ചിത മാസിലധികം ഭാരമുണ്ടെങ്കിൽ അവയുടെ ഗ്രാവിറ്റി അതിനെ ഉള്ളിലേക്ക് ഞെരിക്കുകയും അതിൻ്റെ ഉള്ളിലും ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അത് വീണ്ടും പൊട്ടിത്തെറിക്കുന്ന സൂപ്പർനോവയ്ക്ക് വിധേയമാകുന്നു. സെക്കൻഡ് ജനറേഷൻ സ്റ്റാറുകൾ, തേർഡ് ജനറേഷൻ സ്റ്റാറുകൾ, അങ്ങനെ നക്ഷത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ ന്യൂക്ലിയസുകളും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ന്യൂക്ലിയസിലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്. അവ നെഗറ്റീവ് ചാർജുള്ള ലെപ്റ്റോണുകളായ ഇലക്ട്രോണുകളെ അവയ്ക്ക് ചുറ്റും പിടിച്ചു നിർത്തുന്നതോടുകൂടി ആറ്റങ്ങൾ രൂപപ്പെടുന്നു. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളാകുന്നു. തന്മാത്രകൾ ചേർന്ന് സംയുക്തങ്ങളാകുന്നു. ഈ സംയുക്തങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ അടുക്കൽ ഒരു സംശയമുണ്ടാകും. നിങ്ങൾ പ്രപഞ്ചം തണുത്തു എന്ന് പറഞ്ഞല്ലോ, ആരാണ് തണുപ്പിച്ചത്? അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആര്? അതിന് ഉറവിടം എന്ത്? ഇതൊക്കെ കുറച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രപഞ്ചത്തെ ആരും തണുപ്പിക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിൻ്റെ താപനില അന്നും ഇന്നും എന്നും ഒരേ അളവ് തന്നെയാണ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് രുചിച്ച് നോക്കിയാൽ നല്ല മധുരം ഉണ്ടാകും. എന്നാൽ അതേ വെള്ളം തന്നെ ഒരു വലിയ ടാങ്കിലേക്ക് കൊണ്ട് കലക്കിയാൽ അതിന് മധുരം ഉണ്ടാകത്തില്ല. ഇവിടെ പഞ്ചസാരയുടെ അളവ് ആരും കുറച്ചില്ല. പ്രപഞ്ചത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് ആരും കുറച്ചതല്ല, അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒരു യൂണിറ്റ് സ്ഥലത്ത് അനുഭവപ്പെടുന്ന താപനിലയിൽ കുറവ് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങളുടെ രണ്ടാമത്തെ സംശയം, നിങ്ങൾ ക്വാർക്കുകൾ തൊട്ടല്ലേ പറയാൻ പോയത്, ഈ ക്വാർക്കുകൾ എവിടെ നിന്ന് വന്നു അത് പറയൂ എന്നായിരിക്കും. ഐൻസ്റ്റൈൻ്റെ ഒരു പ്രസിദ്ധമായ സമവാക്യമാണ് E=mc². അതിൻ്റെ അർത്ഥം m മാസുള്ള വസ്തുവിനെ c² കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ഊർജ്ജം അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് നമ്മൾ ആണവ റിയാക്ടറിലും ആറ്റം ബോംബിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊർജ്ജത്തെ ദ്രവ്യമാക്കി മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഊർജ്ജത്തെ ദ്രവ്യമാക്കി മാറ്റുന്ന പ്രക്രിയയെ പെയർ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. കാരണം അത് പെയറുകൾ അഥവാ ജോഡികളായിട്ടാണ് ഉണ്ടാകുന്നത്, ഒരു മാറ്ററും ആൻറ്റി മാറ്ററും. ഇനി അവ രണ്ടും കൂടി ചേർന്ന് അത് അനിഹിലേറ്റ് ചെയ്ത് മാറ്ററുമില്ല ആൻറ്റി മാറ്ററുമില്ല എന്ന അവസ്ഥയിൽ ഊർജ്ജമായും മാറപ്പെടുകയും ചെയ്യുന്നു. നമുക്കത് മനസ്സിലാകാൻ ഇങ്ങനെ പറയാം. നിങ്ങൾ ഒരാളോട് നിരപ്പായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുഴി എടുക്കാൻ പറഞ്ഞു എന്ന് കരുതുക. കുഴി മാത്രമേ എടുക്കാവൂ, മറ്റൊന്നും ചെയ്യരുത്. പക്ഷെ നിങ്ങൾ പിന്നെ ചെന്ന് നോക്കുമ്പം അവിടെ കുഴിയോടൊപ്പം ഒരു കൂന കൂടി കാണും. നിങ്ങൾ കൂന ഉണ്ടാക്കാൻ പറഞ്ഞില്ല, കുഴി എടുക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ കുഴി എടുത്തപ്പോൾ ആ കുഴിയിലെ മണ്ണ് എടുത്ത് അപ്പുറത്തിടുമ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു കൂന കൂടി ഉണ്ടായി വരും. ഇനി നിങ്ങൾ കൂന വേണ്ട എന്ന് പറഞ്ഞാൽ കൂന തട്ടി കുഴിയിലേക്ക് ഇട്ടാലോ? കുഴിയുമില്ല കൂനയുമില്ല, രണ്ടും കൂടി ഒരുമിച്ച് അനിഹിലേറ്റ് ചെയ്യും. ഇതിനെയാണ് ഒരു പെയർ പ്രൊഡക്ഷൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇങ്ങനെ ഊർജ്ജത്തിൽ നിന്നുള്ള പെയർ പ്രൊഡക്ഷനുകളും അനിഹിലേഷൻസും സ്പേസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ലബോറട്ടറികളിൽ ഇത് പരീക്ഷിച്ച് തെളിയിച്ചതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് സയൻസിന് ഇന്ന് പിടികിട്ടാത്ത ഒരു സംഭവമുണ്ട്. അതായത് ഏതാണ്ട് 100 കോടി ആൻറ്റി മാറ്റർ ഉണ്ടാകുമ്പോൾ അത്ര തന്നെ മാറ്ററാണ് ഉണ്ടാവേണ്ടത്. മാറ്ററിൻ്റെ അളവിൽ ഒരല്പം കൂടുതൽ വന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിനെ നമ്മൾ ബേരിയോണിക് അസിമെട്രി എന്ന് പറയും. സയൻസിന് ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അറിയില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സയൻസ് അത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും, കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വിശ്വാസികൾ എന്ത് പറയും? ആഹാ, നിങ്ങൾക്കറിയില്ലേ, എന്നാൽ പിന്നെ ഒന്നും അന്വേഷിക്കേണ്ട, ഞങ്ങളൊരു കാരണവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അയാളാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് നിങ്ങളൊന്ന് സമ്മതിക്കണം. അതുകൊണ്ട് എടുക്കടാ ചെണ്ട പൊട്ടടാ എന്ന് പറഞ്ഞിട്ട് പറയും, ഈ പാർത്ഥലത്തിൽ സൃഷ്ടികാർത്ഥനവൻ എൻ്റെ ഹൂളത്തിൽ വന്നതിനാൽ ആദ്രബല കടക ഊദ്രബല കടക കിടക എന്നൊക്കെ പറയും. ഇമാതിരി കോമാളിത്തരത്തിന് സയൻസിനെ കിട്ടില്ല. സയൻസിന് ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് തന്നെ പറയും. അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കും, അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും. കണ്ടെത്തുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയും ചെയ്യും. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. അതായത് ഒരു നിരപ്പായ സ്ഥലത്ത് ഒരു കുട്ടി ഒരു കുഴിയെടുക്കുന്നു. അവൻ അതിനുശേഷം
ആ കുഴിയിലെ മണ്ണ് വാരിയെടുത്ത് ചുറ്റുപാടും എറിഞ്ഞ് കളിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇനി ചെന്ന് നോക്കുമ്പം അവിടെ ഒരു കുഴിയുണ്ട്. അതിൻ്റെ കൂന എവിടെ? കൂനയില്ല. കൂന ഉണ്ടായിരുന്നു, പക്ഷേ കൂനയിലെ മണ്ണെടുത്ത് അവൻ ചുറ്റുപാടും എറിഞ്ഞ് വേറെയൊക്കെയോ അത് ചിതറിപ്പോയി. ഇപ്പോൾ ഇനി അതിന് വന്നിട്ട് ആ കുഴിയിലേക്ക് വീണ് അതിനെ അനിഹിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് മാറ്റപ്പെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ അവൻ ആ മണ്ണ് കുഴച്ചിട്ട് ഒരു ശില്പം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അതിന് മറ്റൊരു രൂപമാറ്റം സംഭവിച്ചു. ഇങ്ങനെ എന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് സയൻസിന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും, ഊർജത്തിൽ നിന്നും ദ്രവ്യമുണ്ടായി, ഞങ്ങൾ അത് സംഭവിച്ചു. എന്നാൽ ഈ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? അത് എവിടെ നിന്നുണ്ടാക്കി, ആരുണ്ടാക്കി, എപ്പോൾ, എവിടെ വെച്ചുണ്ടാക്കി എന്നുള്ള കുറേ ചോദ്യങ്ങൾ വരും. ഊർജത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഊർജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. ഉണ്ടാക്കാൻ പറ്റാത്തതിനെ ആരുണ്ടാക്കി എന്നും അല്ലെങ്കിൽ എവിടെ വെച്ചുണ്ടാക്കി എന്നോ ചോദിക്കുന്നത് ഒരു വിഡ്ഢി ചോദ്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്ത ഒരാൾ എഴുന്നേറ്റ് കൈ പൊക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൈ പൊക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാക്കാൻ പറ്റാത്ത സാധനത്തിനെ ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് നത്തിങ്ങിൽ നിന്നുമാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു. ഈ നത്തിങ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ടുള്ള നത്തിങ് അല്ല, ഒന്നുമില്ലായ്മ എന്ന അർത്ഥത്തിലല്ല. സയൻസിൽ അതിൻ്റെ അർത്ഥം, അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു കണക്കാണ് 0 മൈനസ് -100 എത്രയാണ്? അതിൻ്റെ ഉത്തരം +100 എന്നാണ്. നമുക്കൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നിങ്ങളുടെ പോക്കറ്റിൽ 0 രൂപയാണുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പൈസ പോലും ഇല്ല. ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഒരു -100 രൂപ ഇങ്ങെടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം +100 രൂപ, അഥവാ ശരിയായിട്ടുള്ള 100 രൂപ ഉണ്ട് എന്നാണ്. ഗണിതപരമായി അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എൻ്റെ പോക്കറ്റിൽ നിങ്ങളൊരു -100 രൂപ ഒന്ന് എടുത്ത് കാണിച്ച് എന്ന് പറയും. ഈ ഉദാഹരണം നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ വ്യാവഹാരിക തലങ്ങളിൽ ഈ -100 രൂപ എന്ന് പറയുന്ന സംഭവമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സംഭവവും മനുഷ്യൻ്റെ വ്യവഹാര തലത്തിലുള്ളതാണ് എന്ന ചിന്തയിൽ നിന്നും നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മൾ പോസിറ്റീവ് വാല്യൂകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നെഗറ്റീവ് വാല്യൂകൾ എന്ന് പറഞ്ഞ ഗണിതക്രിയകളിൽ മാത്രമുള്ളതാണ്. അതേപോലെ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേർന്ന് കഴിഞ്ഞാലോ ഒന്നുമില്ല. -100ഉം +100ഉം ചേർന്നാൽ ഒന്നുമില്ല, 0 എന്ന് പറയുന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ട്. നമ്മൾ മാറ്ററിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. ആൻറ്റി മാറ്റർ ലബോറട്ടറികളിൽ മാത്രമേ ഉള്ളൂ. മാറ്ററും ആൻറ്റി മാറ്ററും കൂടെ കൂടി ചേർന്നാൽ രണ്ടുമില്ല, നത്തിങ്, 0 എന്നുള്ള അവസ്ഥയാണ് കിട്ടുന്നത്. അപ്പോൾ നത്തിങ്ങിൽ നിന്നും ഊർജം ഉണ്ടായി എന്ന് പറയുന്നത്, പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറയാം. നിങ്ങളൊരു വടം വലി മത്സരത്തെ മനസ്സിൽ സങ്കല്പിക്കുക. തുല്യ ശക്തിയുള്ള 2 ടീമുകൾ ഇരുഭാഗത്തു നിന്നും വലിക്കുന്നു. ഒരേ ശക്തിയാണ്. ആ വടത്തിൻ്റെ നടുവിൽ കെട്ടിയിരിക്കുന്ന ആ അടയാളം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നിശ്ചലമായിട്ട് തന്നെ നിൽക്കും. കാരണം തുല്യബലമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത്. ആ വടത്തിൽ ആരും വലിക്കാതിരുന്നാൽ എങ്ങനെയാണോ നിശ്ചലമായിരിക്കുന്ന അവസ്ഥ പോലെ തന്നെയാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ ആരും വലിക്കുന്നില്ല എന്നല്ല, അതിൻ്റെ മേൽ അനുഭവപ്പെടുന്ന നെറ്റ് റിസൾട്ട് 0 ആണ് എന്നാണ്. ഇതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലെ ഊർജ്ജങ്ങൾ തമ്മിലുള്ള നെറ്റ് റിസൾട്ടിനെയാണ് 0 അഥവാ നത്തിങ്നെസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്നും ആൻറ്റി മാറ്റർ നീക്കം ചെയ്താൽ മാറ്റർ അവശേഷിക്കും, മാറ്റർ നീങ്ങിയാൽ ആൻറ്റി മാറ്റർ അവശേഷിക്കും. ഇങ്ങനെയുള്ള ആ അസിമെട്രിയിൽ നിന്നും, മാറ്ററിനേക്കാൾ ആൻറ്റി മാറ്റർ കുറവ് വന്നത് കൊണ്ടുണ്ടാകുന്ന അസിമെട്രിയിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് സയൻസ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു സംശയം കൂടി ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ എനർജി എവിടെ നിന്ന് വന്നു? എനർജി എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ എവിടെ എന്നൊരു വാക്കിൻ്റെ അർത്ഥം അത് സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപ് നിന്ന ആ സ്പേസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എനർജിയുടെ പ്രത്യേകത, എനർജിക്ക് ഭാരമില്ല, അതിന് സ്പേസും ആവശ്യമില്ല എന്നുള്ളതാണ്. സ്പേസ് ആവശ്യമില്ലാത്ത ഒരു വസ്തുവിനോട് അതിൻ്റെ സ്പേസ് ഏതാണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ പലപ്പോഴും ചോദിക്കുന്നതാണ് ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ പോഡിയത്തിന് എത്ര ഉയരമുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എത്ര വീതിയുണ്ട് എന്ന് ചോദിക്കാം. എന്നാൽ ഈ റൂമിലെ പ്രകാശത്തിന് എത്ര വണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു അസംബന്ധ ചോദ്യമായിരിക്കും. കാരണം നമ്മൾ ഈ നീളം, വീതി എന്നൊക്കെ പറയുന്നത് മാറ്ററിൻ്റെ ഡയമെൻഷൻസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡയമെൻഷനാണ് ടൈം എന്ന് പറയുന്നത്. ദ്രവ്യത്തിൻ്റെ ഡയമെൻഷനാണ് ടൈം. അതായത് ദ്രവ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ടൈം ഉണ്ടാകത്തുള്ളൂ. പ്രപഞ്ചം ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ ദ്രവ്യം ഉണ്ടായത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയാവതരണം നിർത്തുന്നു. അടുത്ത ഇതിൽ കാണാം. താങ്ക് യു.